നാട്ടിലെ വിശേഷങ്ങൾ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോഴാണല്ലോ നാടിൻ്റെ വില അറിയാമെന്ന് പറയുക. അപ്പം നാട്ടിലേക്ക് ലീവിന് പോണതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ നാട്ടിൽ പോകാൻ. എന്തായാലും എനിക്ക് നാട്ടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങൾ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളെ വീട്ടിലേക്കാണ്. ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ ഫാമിലിയും, അതായത് ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയൊരു കാഴ്ചയാണ് കേട്ടോ ഒപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു പ്രദേശമാണ് ഇതൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത് ഏട്ടൻ്റെ അമ്മയാണ് ഇപ്പം നടന്നു വന്നത് കേട്ടോ. അപ്പം ചേച്ചീൻ്റെ മോനാണ് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടത്. പിന്നെ അതേ നമ്മുടെ വാമിക്കുട്ടി കണ്ടില്ലേ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ വാമിക്കുട്ടീൻ്റെ ഡ്രസ്സല്ല കേട്ടോ, അവളുടെ ആര് ചേച്ചീൻ്റെ ഡ്രസ്സാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ആരു എന്ന് പറയുന്നത്. അതേ ആ മറ്റേ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാൽ മോളില്ല, അതാണ് കേട്ടോ ആരു. അപ്പോൾ ആരുട്ടീൻ്റെ ഡ്രസ്സ് കൊടുത്തതാണ് കേട്ടോ വാമിക്കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റൈലായിട്ട് നടക്കുന്നത് കേട്ടോ ആള്. അപ്പം ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് വയലൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം എന്താ പറയുക, ഒരു ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് നല്ല മഴയൊക്കെ ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. മഴയുള്ള ടൈമിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഭംഗിയാണല്ലോ ഈ വയലും കാര്യങ്ങളും തോടും പുഴയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടിയൊക്കെയാണെങ്കിൽ ഇതിലും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ചേച്ചി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. നടന്നു പോകുന്ന ആളാണ് കേട്ടോ ചേച്ചി. അപ്പം മോളെയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ഇതൊക്കെ കാണിച്ചു തരാനൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ചേച്ചിയാണ് ഞങ്ങളൊക്കെ വിളിച്ച് കൊണ്ടുപോയത് കേട്ടോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടീനെ വെള്ളത്തിലിടുകയാണെന്നും പറഞ്ഞിട്ടൊക്കെ ചേച്ചിയും മോനും കൂടെ ഒക്കെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര രസം തോന്നി. അപ്പോഴത്തേക്ക് ആര്യക്കുട്ടിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആര്യക്കുട്ടീനെ ആയിട്ടോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. നല്ല രസമായിരുന്നേ. എന്തൊരു വൈബായിരുന്നു എന്നറിയോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ധ്യാനൂട്ടനെ ചെയ്താണ് കേട്ടോ ചേച്ചിയുടെ മോന്. ചേച്ചിയുടെ 2 മക്കളാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അപ്പോൾ അവനെയും പിടിച്ചിങ്ങനെ ആക്കി. പിന്നെ ഏട്ടൻ്റെ കൂടെ കുറേ കളിയായിരുന്നു വാമിക്കുട്ടി. പിന്നെ പശുവിനെ കണ്ടപ്പോൾ വാമിക്കുട്ടിക്ക് അറിയില്ലല്ലോ പശു ഏതാ കാള ഏതാന്നൊന്നും വാമിക്കുട്ടിക്ക് അറിയില്ല. കാരണം അവളത് കാണുന്നില്ല. അവൾ ഗുജറാത്തിലൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സിപ്പപ്പൊക്കെ വാങ്ങി കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സിപ്പപ്പ് വാങ്ങി. അപ്പോൾ ഇന്ന കുട്ടികൾ സിപ്പപ്പൊക്കെ കഴിച്ച് വാമിക്കുട്ടിക്കൊക്കെ 2 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, എൻ്റെ അമ്മോ. എന്നിട്ട് പൊട്ടിച്ചേരാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടാണ് പോയത്. പിന്നെ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വാമിക്കുട്ടിക്കാണെങ്കിലേ ആരെ ബർത്ത്ഡേ ആണെങ്കിലും അവൾക്ക് അങ്ങോട്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ഉണ്ട്. പിന്നെ ചേച്ചീൻ്റെ അടുത്ത വീട്ടിലുള്ള 2 കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് അവരുടെ ബർത്ത്ഡേ ആഘോഷമാക്കി കേട്ടോ. അപ്പം ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഏട്ടനായാലും ഏട്ടൻ്റെ ഫാമിലിക്കായാലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ചേച്ചിയുടെ മോളെന്നുള്ള ലെവലല്ല, കസിൻ എന്നുള്ള ലെവലല്ല, സ്വന്തം ചേച്ചി എന്നുള്ള ലെവലിലാണ് കേട്ടോ. അപ്പോൾ അത്രയും ഒരു സ്നേഹമാണ്. ഇപ്പം ഏട്ടൻ്റെ അമ്മയ്ക്കായാലും സ്വന്തം മോളെന്നുള്ള ലെവൽ തന്നെയാണ് കേട്ടോ അമ്മ കാണുന്നത്. അമ്മയ്ക്ക് 3 മക്കളാണെങ്കിലും 4ാമത്തെ ഒരു മോളെന്നുള്ള ലെവലാണ് ചേച്ചീനെ കാണാറുള്ളത് കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഇത്ര അറ്റാച്ച്മെൻറ്റ് കേട്ടോ ചേച്ചീനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേച്ചീൻ്റെ ബർത്ത്ഡേ കളർഫുൾ ആക്കിയില്ലെങ്കിൽ പിന്നെ ആരുടെ ബർത്ത്ഡേ അല്ലേ നമ്മൾ കളർഫുൾ ആക്കുക. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വാമിക്കുട്ടി കേക്കിന് വേണ്ടിയിട്ട് എത്ര കഴിച്ചിട്ട് അവൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. കഴിക്കലായിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ അപ്പോഴത്തേക്ക് അനൂട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയലേക്ക് ചെറിയ മോനായതുകൊണ്ട് അവനെയും കൊണ്ട് മഴയത്ത് വരണ്ട വിചാരിച്ചിട്ട് അവൾ ഇവിടെ കിടന്നുറങ്ങി കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെയൊക്കെയാണ്. ഏട്ടനും ഷാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും കൂടിയാണ് കേട്ടോ പുറത്തേക്കൊക്കെ വയലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് തേക്കലും അനിയനോടുള്ള ചേച്ചീൻ്റെ സ്നേഹവും ഉമ്മ വയ്ക്കലും പിന്നെ പരിപാടികൾ പറയണ്ടല്ലോ, ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അമ്മയും ഷാരും ചേച്ചിയും ഏട്ടത്തിയും എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, സ്വാവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ സമ്മതിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഡാൻസ് ചെയ്തിട്ട് എന്താ പറയുക ആ ഒരു ദിവസം കളറാക്കി തന്നെ പറയും. ഇതൊക്കെയാണ് നാട്ടിൽ പോയാലുള്ളൊരു സുഖം എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഫാമിലി ഒത്തിട്ടുള്ളൊരു ആഘോഷമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ് അല്ലേ. മക്കൾക്കായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടി ഫാമിലിയുടെ കൂടി അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ നാട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ.